നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മനോജ് വൈഭവ് ജെംസ് ആൻഡ് ജുവല്ലേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ IPO വിശേഷമാണ്. അത് സൗത്ത് ഇന്ത്യയിലെ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പഴയ ആന്ധ്രാപ്രദേശിലെ, അതായത് ഇപ്പോഴത്തെ ആന്ധ്ര, തെലങ്കാന ആ പ്രദേശങ്ങളിലെ ഒരു ലോക്കൽ ജ്വല്ലറിയാണ്. ഇവരുടെ IPO 22-ാം തീയതി മുതൽ 26-ാം തീയതി വരെയാണ് നീണ്ടു നിൽക്കുന്നത്. ടോട്ടൽ 270 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ 210 കോടി രൂപയ്ക്കുള്ളതും ഫ്രഷ് ഓഹരികളാണ്, ബാക്കിയുള്ളതാണ് ഓഫർ ഫോർ സെയിൽ. നമുക്ക് ഈ കമ്പനിയുടെ, ഈ ജ്വല്ലേഴ്സിൻ്റെ IPO വിശേഷങ്ങളിലേക്ക് കടക്കാം. മനോജ് വൈഭവ് ജെംസ് ആൻഡ് ജുവല്ലേഴ്സ്, ഇത് പ്രധാനമായിട്ടും വൈഭവ് ജ്വല്ലേഴ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ്. അതായത് സൗത്ത് ഇന്ത്യയിൽ മാത്രം ഉള്ള ഒരു ജ്വല്ലറിയാണ്. പ്രധാനമായിട്ടും ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമാണെന്ന് പറഞ്ഞു. നമുക്കറിയാം, ജ്വല്ലറി എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ നിലയിൽ ഗോൾഡ്, ജെംസ്, പ്ലാറ്റിനം, സിൽവർ, ഡയമണ്ട്, അങ്ങനെയൊക്കെയുള്ള ആഭരണങ്ങൾ, അതുകൊണ്ടുള്ള ആഭരണങ്ങളൊക്കെയാണ് സാധാരണ നിലയിൽ അവരുടെ പ്രോഡക്റ്റായിട്ട് നമുക്ക് പറയാവുന്നത്. ഇത് വിശാഖപട്ടണത്തിലാണ് ഇവരുടെ ആസ്ഥാനം. 2003-ലാണ് ഈ കമ്പനി രൂപം കൊള്ളുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ആന്ധ്രയിലും തെലങ്കാനയിലുമാണ് ഇവരുടെ ഷോപ്സ് ഉള്ളത്. അതും 8 ടൗണുകളിലും 2 സിറ്റികളിലുമായിട്ടാണ്. 13 ഷോറൂമുകളാണ് ടോട്ടലായിട്ടുള്ളത്. അതിൽ 80% ഒരു 2 ടയർ 3 ടയർ ടൗണുകളിലാണ്. ഇവർക്ക് ഏകദേശം 900-നടുത്ത് എംപ്ലോയീസ് ഉണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഷോറൂം വഴിയല്ലാതെ ഓൺലൈനായിട്ടും ബിസിനസ് നടക്കുന്നുണ്ട്. ഈ കമ്പനി 2020 മുതൽ 2022 വരെയുള്ള അവരുടെ വളർച്ചാ നിരക്ക് നോക്കുകയാണെങ്കിൽ 15.08% ആണ് വാർഷികമായിട്ടുള്ള വളർച്ചാ നിരക്ക് പറയുന്നത്. 2022-ലെ കണക്കാണിത്. ഇത് കൂടാതെ ഒരു ഷോറൂമിൽ നിന്നുള്ള വരുമാനം തന്നെ 141.16 കോടി രൂപയ്ക്കുള്ളതാണ്. കമ്പനിയുടെ പ്രൊമോട്ടർ ഒരു വനിതയാണ്, ഫസ്റ്റ് ജനറേഷൻ എൻ്റർപ്രണറാണ്. അവരുടെ പേര് ഭരത മല്ലിക രത്നകുമാരി ഗ്രാന്ധി എന്നാണ്. മാത്രമല്ല, അവരുടെ മകളും, അതായത് സായി കീർത്തന എന്ന അവരുടെ പുത്രിയും കൂടി ചേർന്നാണ് ഈ കമ്പനി പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. അവരുടെ ഫാമിലിക്കും ഇതിൽ നല്ല ഓഹരി പങ്കാളിത്തമുണ്ട്. അപ്പോൾ 3 പ്രൊമോട്ടേഴ്സിനെ നമുക്ക് എടുത്തു പറയാവുന്നതുണ്ട്. അവർ രണ്ടുപേരും, അതുകൂടാതെ അവരുടെ HUF-ഉം ഇതിൽ പ്രൊമോട്ടറാണ്. ഇവരുടെ കൈവശമാണ് 100% ഓഹരികൾ ഇഷ്യൂവിന് മുമ്പ്. എന്നാൽ ഇഷ്യൂ കഴിയുമ്പോൾ 74.27% അത് മാറുന്നുണ്ട്. ഇപ്പോൾ ഈ പുതിയ ഇഷ്യൂ വഴി ലഭിക്കുന്ന 210 കോടി രൂപയുണ്ടല്ലോ, അതായത് ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴി ലഭിക്കുന്ന തുക അവർ വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ സെമി അർബൻ പ്രദേശങ്ങളിൽ ഒരു 8ഓളം പുതിയ ഷോറൂമുകൾ കൂടി ആരംഭിക്കാനായിട്ട് കമ്പനി ഉദ്ദേശിക്കുന്നുണ്ട്. പുതിയ ഷോറൂമുകൾ നേരത്തെ പറഞ്ഞ പോലെ 2 ടയർ 3 ടയർ പ്രദേശങ്ങളിലായിരിക്കും. അത് കൂടാതെ അതിന് വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻസസ് ഉണ്ടല്ലോ, ഇൻവെൻ്ററി, മറ്റേ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതെല്ലാം കൂടാതെ പിന്നെ ബാക്കിയുള്ള ഫണ്ടാണ് അവർ ഈ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി, അതായത് ജനറലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി കീ പെർഫോമിംഗ് ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ EPS 18.32, PE റേഷ്യോ 11.14, 11.74, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 20.78%, NAV 88.17 പെർ ഷെയറുമാണ് കാണുന്നത്. പിന്നെ ഇതിൻ്റെ പിയർ കമ്പനികൾ, ലിസ്റ്റഡ് ആയിട്ടുള്ള പിയർ കമ്പനികൾ നോക്കുകയാണെങ്കിൽ ടൈറ്റാൻ ഉണ്ട്, പിന്നെ തങ്കമയിൽ ജ്വല്ലറി, കല്യാൺ ജ്വല്ലേഴ്സ്, TBZ, ഇതെല്ലാമാണ് ഇവരുടെ പിയർ കമ്പനികളായിട്ട് അവർ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇഷ്യൂവിൻ്റെ രജിസ്ട്രാർ ബിഗ് ഷെയർ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ലീഡ് മാനേജേഴ്സ് ബജാജ് ക്യാപിറ്റലും എലാറ ക്യാപിറ്റലും ആയിരിക്കും. ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 2020 മുതൽ 2022 വരെയുള്ള ഫിനാൻഷ്യൽ കണക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് റവന്യൂ നോക്കുകയാണെങ്കിൽ 1279.13 കോടി രൂപയാണ് 2020 അവരുടെ റവന്യൂ എങ്കിൽ 2022 ആയപ്പോഴത്തേക്കും അത് 1693.92 കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നെറ്റ് ഇൻകത്തിലും. നെറ്റ് ഇൻകം 2021 ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. 20.91 കോടി രൂപയാണ് അവരുടെ ലാഭം.
അത് 2021 ആണെങ്കിൽ തൊട്ടടുത്ത വർഷം നോക്കൂ, അത് വളരെ കുത്തനെ ഉയരുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് 43.87 കോടി രൂപയായിട്ട് ലാഭം വർദ്ധിക്കുകയാണ് സംഭവിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇപ്രാവശ്യം നമുക്ക് കൂടുതൽ പ്രതീക്ഷയാണുള്ളത്. കാരണം 8 പുതിയ ഷോറൂമുകൾ കൂടി കമ്പനി തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം തന്നെ 2 ടയർ 3 ടയർ പ്രദേശങ്ങളിലാണ്. അതായത് ഹൈ ഗ്രോത്ത് പ്രതീക്ഷിക്കുന്ന അൺടാപ്ഡ് ആയിട്ടുള്ള റീജിയൻസിലാണ് ഇവർ പുതിയ ഷോറൂമുകൾ തുറക്കുന്നത്. അതുകൊണ്ട് ഒരു മാക്രോ മാർക്കറ്റാണ് കമ്പനി ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ തുടർന്നും കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ് വളരെ മികച്ചതായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി വൈഭവ് ജ്വല്ലേഴ്സിൻ്റെ IPO ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. 22-ാം തീയതി മുതൽ 26-ാം തീയതി വരെയാണ് IPO ഓപ്പൺ ആയിരിക്കുന്നത്. സെപ്റ്റംബർ മാസത്തിൽ 204 രൂപ മുതൽ 215 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ്. 210 കോടി രൂപയ്ക്കുള്ള ഫ്രഷ് ഓഹരികളും 60.2 കോടി രൂപയ്ക്കുള്ള ഓഫർ ഫോർ സെയിലുമാണ് ഉള്ളത്. അപ്പോൾ ടോട്ടൽ IPO സൈസ് എന്ന് പറഞ്ഞാൽ 270.2 കോടി രൂപയ്ക്കുള്ളതാണ്. 69 ഓഹരികളാണ് ഒരു ലോട്ടെന്നാൽ പറഞ്ഞാൽ. അപ്പോൾ റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ 13 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫേസ് വാല്യൂ 10 രൂപയാണ്. 35% ഓഹരികളും റീറ്റെയിലേഴ്സിനാണ് കമ്പനി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 50% ഇൻസ്റ്റിറ്റ്യൂഷൻസിനും 15% HNIസിനുമാണ് കൊടുക്കുന്നത്. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യും. ഇനി നമുക്കിതിൻ്റെ ഡേറ്റുകളിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് വരുന്നത് 3-ാം തീയതി, റീഫണ്ട് 4-ാം തീയതി, 5-ാം തീയതിയാണ് ഇത് അക്കൗണ്ടിലേക്ക് വരുന്നത്. ലിസ്റ്റിംഗ് ഡേറ്റ് ഒക്ടോബർ 6-ാം തീയതിയുമാണ്. ഇനി ഇത് വാങ്ങണോ വേണ്ടിയോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ കമ്പനി ഓഗസ്റ്റ് 22-ാം തീയതി ഒരു ഓഹരിക്ക് 3 ഓഹരി എന്നുള്ള ബോണസൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കമ്പനിയാണ്. ഇതുവരെ ഡിവിഡൻഡ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്കൊരു ഡിവിഡൻഡ് പോളിസിയൊക്കെ ഉണ്ട്. ലാഭം വരിക, കൂടുതൽ ലാഭത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ ഡിവിഡൻഡും കിട്ടിയേക്കാം. എന്തായാലും ഇതിൻ്റെ 215 രൂപ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു ഫുള്ളി പ്രൈസ്ഡ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ക്യാപിറ്റൽ ഇഷ്യൂ കഴിയുമ്പോൾ 48.85 കോടി രൂപയായിരിക്കും. മാർക്കറ്റ് ക്യാപ്പ് ആണെങ്കിൽ ഇഷ്യൂ കഴിയുമ്പോൾ 1050.22 കോടി രൂപയ്ക്കുള്ളതും ആണ്. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ട മറ്റൊരു കാര്യം, ഇവരുടെ 8ഓളം പുതിയ ഷോറൂമുകൾ, 13 ഷോറൂമുകൾ ഓൾറെഡി ഉണ്ട്. അതിൽ 2 ഫ്രാഞ്ചൈസി മോഡലാണ്. ഇനിയിപ്പോൾ 8 പുതിയ ഷോറൂമുകൾ വരുന്നുണ്ട്. ആകെ 2 സിറ്റിയിലുള്ളൂ. ബാക്കിയെല്ലാം തന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്രാദേശികമായിട്ടുള്ള റീജിയണൽ പ്രദേശങ്ങളിലാണ്, അത് സെമി അർബൻ ഏരിയയിലാണ്. അപ്പോൾ പുതിയ ഷോറൂമുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് വളരെയേറെ പ്രതീക്ഷകളുണ്ട്. അപ്പോൾ ഒരു മൈക്രോ മാർക്കറ്റിൽ നല്ലൊരു വിജയം കമ്പനി നേടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ഇത് മിഡ് ടേം ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് ഇത് ധൈര്യമായിട്ട് നിക്ഷേപിക്കാമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മാർക്കറ്റ് ഇതുപോലെ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ചെറിയ ലിസ്റ്റിംഗ് ഗെയിനും പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ ഇതുവരെ കണ്ടത് മനോജ് വൈഭവ് ജെംസ് ആൻഡ് ജുവല്ലേഴ്സ് എന്നുള്ള കമ്പനിയുടെ IPO വിശേഷങ്ങളാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നല്ല കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഈ വീഡിയോയെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു IPO വിശേഷമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.